ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മുടെ ട്രേഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷനിലാണ് 140 ക്വാണ്ടിറ്റി, റെഗുലർ ക്വാണ്ടിറ്റി ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. സോ എടുക്കാനുള്ള റീസൺ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു സെല്ലിംഗ്, ഒരു ബീറിഷ് മാർക്കറ്റ് തന്നെയാണ്. ഈ ഒരു സ്ട്രക്ചർ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം സെല്ലറാണ് മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്, സെല്ലറാണ് സ്ട്രോങ് എന്ന രീതിയിൽ എടുത്തു. ആൻഡ് ഇനീഷ്യലി മാർക്കറ്റിൽ വരുന്ന സമയത്ത് തന്നെ എനിക്കൊരു ബീറിഷ് വ്യൂ തന്നെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്, ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. ബട്ട് മാർക്കറ്റ് ഇനീഷ്യലി ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ദെൻ ഫൈനലി ഇവിടുന്ന് ചെറിയ രീതിയിലുള്ള ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ റിജക്ഷൻ കാണേണ്ട സമയത്താണ് ഞാനൊരു ട്രേഡ് അവിടെ എടുത്തിരിക്കുന്നത്. ആൻഡ് പുട്ട് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടാണ് കുറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് നല്ല രീതിയിലൊന്ന് കൺഫർമേഷൻ കിട്ടിയിട്ട് ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു സിങ് ഹൈ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് അഗെയിൻ സെല്ലേഴ്സ് മാർക്കറ്റിൽ വന്ന് മാർക്കറ്റിനെ വീണ്ടും താഴോട്ട് കൊണ്ടുപോകുന്ന തന്നെയാണ്. ഈ ഒരു ലെവലിൽ നിന്ന് സെല്ലേഴ്സ് വരാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലും ഉള്ളത്. റൈറ്റ്, ഈ ഒരു ലെവലിൽ നിന്ന് ഇനി സെല്ലേഴ്സിൻ്റെ സൈക്കോളജി എങ്ങനെയാണ് നോക്കാം. താഴോട്ട് തന്നെയാണ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽ വരെ ഒരു വീക്ക്നെസ് കാണുവാണെങ്കിൽ, ഒരു സെല്ലിംഗ് വരുവാണെങ്കിൽ ആ ലെവൽ വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഇൻ കേസ് മാർക്കറ്റ് തിരിച്ച് ഈ ലെവലിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് ക്രോസ് ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ലെവൽ വരെ നമുക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ്, കാരണം നാളെ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മന്ത്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കിയിട്ട് ടാർഗറ്റും പ്രോഫിറ്റും ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, സോ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി, വലിയ മൂവ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്രോഫിറ്റ് അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രീമിയത്തിന് വലിയ മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. ബട്ട് സ്റ്റിൽ എനിക്കൊരു കോൺഫിഡൻറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. റൈറ്റ്, കാരണം ആ ഒരു മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്യുവാണ്, ബ്രേക്ക് ഔട്ടിലുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പ് സൈഡിലോട്ട്. ഓക്കെ, സോ നോക്കാം എങ്ങനെയാണ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് ചെറിയ ലോസ് ആണെങ്കിൽ ബുക്ക് ചെയ്ത് മാറാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് അപ്ഡേറ്റ് ഉള്ളത് ട്രേഡിംഗ് മാസ്റ്ററിയുടെ നെക്സ്റ്റ് ബാച്ച് 13ാമത്തെ ബാച്ച് ഒക്ടോബർ 2 സ്റ്റാർട്ട് ചെയ്യുവാണ്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇൻ കേസ് ഇതൊരു 100% റീഫണ്ട് പോളിസി കൂടി ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റുകളാണ് ഇതിൽ പഠിപ്പിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി റീഫണ്ട് ചെയ്ത് തരും. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ദിവസം സമയമുണ്ട്. ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ബാച്ച് എനിക്കൊന്ന് കുറച്ച് സീറ്റ്സ് കൂടിയേ ബാക്കിയുള്ളൂ. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ബാങ്ക് നിഫ്റ്റി ആൻഡ് ഫോറക്സ് മാർക്കറ്റും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബാക്ക് ടു മാർക്കറ്റ്. സോ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ തന്ന് തുടങ്ങിയിട്ടുണ്ട് പ്രീമിയത്തിൽ. ആൻഡ് ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കോൺഫിഡൻറ്റ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം വെയിറ്റ് ചെയ്ത് നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ അഗെയിൻ ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോസ് കംപ്ലീറ്റ്ലി നമുക്ക് വളരെ സന്തോഷത്തോടെ ബുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അതിൽ കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ലോസൊക്കെ പാർട്ട് ഓഫ് ദി ബിസിനസ്സാണ്. ലോസ് വരും, അത് നമ്മൾ പേഴ്സണലി എടുത്ത് പെയിനൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല. കോൺഫിഡൻ്റ് ഒന്നും കുറക്കേണ്ട ആവശ്യമില്ല. പാർട്ട് ഓഫ് ദി ബിസിനസ്സാണ്. സോ ഞാനിവിടെ നിന്ന് എൻ്റെ ലോസ് ബുക്ക് ചെയ്യുവാണ്, നിയർലി ഒരു 5,000 സംതിങ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡ് ഇല്ല. ആൻഡ് നാളെ മന്ത്ലി എക്സ്പയറി ആണ്. പിന്നെ ഞാൻ നാളെ ട്രേഡ് എടുക്കില്ല, കുറച്ച് തിരക്കിലാണ്. സോ എനിക്ക് ഈ വീക്ക് എനിക്ക് തോന്നുന്നൊരു ഹോളിഡേ കൊണ്ട് ഒക്ടോബർ 2 അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ബൈ.